മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറിലാണ് ഇന്നലെ സഞ്ചാരികൾ അപകടയാത്ര നടത്തിയത്. മൂന്നാർ രാജമല റോഡിലാണ് അപകടയാത്ര. 3 സഞ്ചാരികൾ വാഹനത്തിന്റെ ഡോറിലിരുന്നാണ് യാത്ര ചെയ്തത്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മൂന്ന് പേരും വാഹനത്തിന്റെ ഡോറുകളിലിരുന്ന് യാത്ര ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുകയും ചെയ്യാം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഈ അപകടയാത്രയുടെ സാഹസിക യാത്രയുടെ എത്രയോ വാർത്തകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ആവർത്തിച്ചു വരുന്ന വാഹനങ്ങളിൽ ഇത്തരം യാത്രകൾ നമുക്ക് സ്ഥിരമായി കാണാൻ കഴിയുന്നു. അത് മൂന്നാറിൽ നിന്നുള്ള പുതുമയുള്ള കാഴ്ചയല്ല, നിത്യസംഭവമാണ് ഇത്തരത്തിൽ മൂന്നാറിലുള്ള അപകടയാത്ര. അതിൻ്റെ ഒരു പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലുള്ള ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ഈ അപകടയാത്ര നടത്തിയത്. മൂന്നാർ രാജപാത, അതായത് മൂന്നാർ രാജമല പ്രധാനപ്പെട്ട പാതയിലാണ്, തിരക്കേറിയ റോഡിലാണ് ഈ കാറിൽ അപകടയാത്ര നടത്തിയിരിക്കുന്നത്. അതിൽ ഒരു സ്ത്രീ അടക്കം 3 പേർ ഈ ഡോറിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് ശരീരം ഇട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത് കാണാം. മറ്റൊരാൾ ഈ സൺറൂഫിലൂടെ പുറത്തേക്ക് കയറിയിരുന്നു, വാഹനത്തിന് മുകളിൽ കയറിയിരുന്നും യാത്ര ചെയ്യുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ 4 പേരാണ് ഇത്തരത്തിൽ അപകടയാത്ര നടത്തിയിരിക്കുന്നത്. തമിഴ്നാട് രജിസ്ട്രേഷനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടയാത്ര നടത്തുന്നത് പോലീസിനെയും വലിയ ആശങ്കയാഴ്ത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്ന ദൃശ്യങ്ങളിലെല്ലാം ഉള്ളത് ഈ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളായിരുന്നു. ഓരോ തവണയും അപകടയാത്ര നടത്തുമ്പോൾ പോലീസ് കേസെടുക്കും, ആ വാഹനം കസ്റ്റഡിയിലെടുക്കും, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പിഴ ചുമത്തും, തിരിച്ചയക്കും. വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടി വേണം എന്നതാണ് പറയുന്നത്. കാരണം ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ ഈ വാഹനത്തിനോട് ചേർന്ന് വരും. ആ വാഹനത്തിൽ അപകടയാത്ര നടത്തുന്ന ആളുകൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. യാത്രയിൽ അപകടയാത്ര നടത്തുന്നവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അപകടമുണ്ടാക്കുമെന്നതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. അപകടമുണ്ടാകുന്ന സമയത്ത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ അപകടത്തിലേക്ക്, ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാത്ത ആളുകൾക്ക് പോലും അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ നിരന്തരം വാർത്തകളും നടപടികളും ഉണ്ടായിട്ടും ഇത് ആവർത്തിക്കുന്നു എന്നതാണ് കഷ്ടം.